ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ LGSൻ്റെ ലാസ്റ്റ് സ്റ്റേജ് 4ാം സ്റ്റേജ് എക്സാമിൻ്റെ അനാലിസിസ് ആണ് നടത്തുന്നത്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. എക്സാം വളരെ ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഒരു 1.25 മണിക്കൂർ അടുത്തൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ള എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാനിത് പറഞ്ഞത്. എല്ലാവർക്കും അത് ഈസി ആണെന്നില്ല. ഞാനൊരു 3ാമത്തെ സ്റ്റേജ് ഈസി എക്സാം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എക്സാം ഹാളിലിരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ, പുറത്തിരുന്ന് പറയുന്നവർക്കത് മനസ്സിലാകണമെന്നില്ല എന്ന് പറഞ്ഞു. ഒരുവിധം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു ഈസി എക്സാമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 70-80 മാർക്കിന് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം. കൺഫ്യൂസിങ് ആയിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 80 മാർക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അത്യാവശ്യം നിയമനം നടക്കുന്ന 2 ജില്ലകളാണ് എറണാകുളം, കോഴിക്കോട്. അതുകൊണ്ട് അവിടെ എന്തായാലും കട്ട് ഓഫ് 80-ന് മുകളിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആലപ്പുഴ ജില്ലയിലും 80-നോടടുത്ത കട്ട് ഓഫ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുവരെയുള്ള ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ നിയമന നിലയും അഡ്വൈസ് ഡീറ്റെയിൽസും നോക്കാം. ആലപ്പുഴയുടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 68.33 ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 454 പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നിയമന നില നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇതുവരെ 380 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറി മെയിൽ 311 വരെയും ഫീമെയിൽ 289 വരെയുമാണ് പോയിട്ടുള്ളത്. നമ്മൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 454 പേര് ഉൾക്കൊള്ളുന്ന ലിസ്റ്റിൽ ഇതുവരെ 380 അഡ്വൈസോളം പോയി. എന്നുവെച്ചാൽ മെയിൻ ലിസ്റ്റിൻ്റെ ഏകദേശം 311ഓളം മെയിലും 289ഓളം പോയെന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗത്തോളം ആവുന്നു. ഇനി ഒരു 8 മാസം കാലയളവുണ്ട്. ജൂലൈ 18 വരെ 2025 വരെയാണ് ലിസ്റ്റിന് വാലിഡിറ്റി ഉള്ളത്. അതുവരെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 180 അഡ്വൈസ് പോയാലും ഏകദേശം 380ഓളം ഓപ്പൺ കാറ്റഗറി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത വർഷവും ആലപ്പുഴ ജില്ലയിൽ ഒരു 500-നകത്തുള്ള റാങ്ക് ലിസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ 400-നകത്തുള്ള ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കട്ട് ഓഫ് ഇനി കൂടത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റ് ചുരുങ്ങിയേ വരത്തുള്ളൂ. ഇപ്പം പോയ ടോട്ടൽ അഡ്വൈസും OC എത്ര റാങ്ക് വരെ പോയി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുത്ത വർഷത്തെ റാങ്ക് ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം നിശ്ചയിക്കുന്നത്. എറണാകുളം ജില്ലയുടെ പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 66 ആയിരുന്നു എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അവിടുത്തെ റാങ്ക് ലിസ്റ്റും അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം മെയിൻ ലിസ്റ്റിൽ 790ഓളം ആൾക്കാരായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇതുവരെ നവംബർ വരെ ടോട്ടൽ അഡ്വൈസ് 598 പോയിരിക്കുന്നത്. അത് ഓപ്പൺ കാറ്റഗറിയിൽ 505 വരെയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇനി ഒരു 8 മാസം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 600ഓളം, അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി ഒരു 600ഓളം പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയാലും ഒരു 650-നകത്ത് അല്ലെങ്കിൽ 700-നകത്തുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് നമ്മൾ എറണാകുളം ജില്ലയിലും പ്രതീക്ഷിക്കുന്നത്. 700-750 മാക്സിമം പോയി 750 പേരകത്തുള്ളൊരു മെയിൻ ലിസ്റ്റാണ് നമ്മൾ എറണാകുളം ജില്ലയിൽ ഇനി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നിയമനം നടക്കുന്ന ജില്ലയുമാണ് എറണാകുളം. അതുകൊണ്ട് കട്ട് ഓഫ് എറണാകുളം ജില്ലയിൽ എന്തായാലും ഉയരുക തന്നെ ചെയ്യും. ഇനി കോഴിക്കോട് ജില്ല നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നല്ല അത്യാവശ്യം കട്ട് ഓഫ് കൊല്ലത്തിനോടടുത്ത് കാട്ടിയും കട്ട് ഓഫ് ഉണ്ടായിരുന്ന ജില്ലയാണ് കോഴിക്കോട്. ഏകദേശം കട്ട് ഓഫ് 72 ആയിരുന്നു. നിയമന നില നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 512 പേരുടെ അഡ്വൈസാണ് ഇതുവരെ പോയിട്ടുള്ളത്. ടോട്ടൽ അഡ്വൈസ് 512. അതിൽ ഓപ്പൺ കാറ്റഗറി 423 വരെയും ഫീമെയിൽ 412 വരെയുമാണ് പോയിട്ടുള്ളത്. അത്യാവശ്യം നിയമനം നടക്കുന്ന ജില്ലയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കട്ട് ഓഫും കൂടുതലുള്ള ഒരു ജില്ലയായിരുന്നു കോഴിക്കോട്. അതുകൊണ്ട് താരതമ്യേന ഇപ്രാവശ്യവും കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. എക്സാം ഈസിയുമായിരുന്നു. അതുമാത്രമല്ല നിയമനം അത്യാവശ്യം നടക്കുന്നൊരു ജില്ലയുമാണ് കോഴിക്കോട്. ആരൊക്കെ സേഫ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. ആരും സേഫല്ല. ജോലി കിട്ടുന്നവരെയും ആരും സേഫല്ല. അതുകൊണ്ട് പഠനം വീണ്ടും തുടരുക. 2 വർഷങ്ങൾക്കിപ്പുറം എക്സാം ഇല്ലാത്ത സാഹചര്യമൊന്നുമില്ല. 2 വർഷങ്ങൾക്കിപ്പുറം അടുത്ത LDC വരുന്നു, അടുത്ത LGS വരുന്നു, അടുത്ത വർഷം കമ്മ്യൂണിറ്റി ബോർഡ് LGS ഉണ്ട്. അതുകൊണ്ട് പഠിത്തം തുടരുക. ഇനിയിപ്പം അടച്ചു വയ്ക്കാം, ലിസ്റ്റിലെങ്ങാനും വീഴുമായിരിക്കും, അന്നേരം നോക്കാം. വീണില്ലെങ്കിൽ അന്നേരം നോക്കാം. അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. പഠിത്തം തുടരുക. ജോലി കിട്ടുന്നവരെയും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അടുത്ത ഇനി 2 വർഷങ്ങൾക്കിപ്പുറം എക്സാം ഉണ്ട്. എക്സാം ഇല്ലാത്ത സാഹചര്യമില്ല. അതുകൊണ്ട് ജോലി കിട്ടുന്നവരെ എല്ലാവരും പഠിക്കുക. അടുത്ത എക്സാം നിങ്ങളുടേതാണ് എന്ന് വിചാരിച്ച് പഠിക്കുക. 10th പ്രിലിമിനറി നന്നായിട്ട് എഴുതുക.